ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ചിന്തയ്ക്കായെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 27-28 വാക്യങ്ങൾ. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും, കൂടാതെ ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇരുമ്പുകോൽ കൊണ്ടുള്ള ഭരണം അല്ലെങ്കിൽ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഇരുമ്പുകോൽ കൊണ്ടുള്ള ഭരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ളതാണ്. പ്രിയമുള്ളവരെ, അതാണ് നമ്മൾ 2-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയാൽ ഇവിടെ പറയുന്നത് ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും. അപ്പോൾ ഇരുമ്പുകോൽ കൊണ്ടുള്ള ഭരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഉള്ളത് തന്നെയാണ്. നമ്മുടെ കർത്താവ് ഭൂമിയിലെ രാജാക്കന്മാരുടെയും മറ്റ് ഭരണകർത്താക്കളുടെയും രാഷ്ട്രങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും വ്യവസ്ഥിതിയെ യേശു ഇരുമ്പുകൾ കൊണ്ട് തകർക്കുകയും തൻ്റെ അവകാശത്തെ സ്വന്തമാക്കുകയും ചെയ്യുന്ന കാലം വളരെ ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും വളരെ ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് വരവിന് വേണ്ടി നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് കൂടി ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സങ്കീർത്തനം 2:8 എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. അപ്പോൾ ദൈവം തൻ്റെ പുത്രനോട് പറയുകയാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക. ഹല്ലേലൂയ. അപ്പോൾ പിതാവ് പുത്രനോട് പറയുകയാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക. ഈ സമയം ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തായാലും അതേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നിങ്ങൾ ചോദിക്കൂ. നാം ആവശ്യപ്പെടുക, നാം യാചിക്കുക. നമ്മുടെ കർത്താവ് നമുക്ക് അത് തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം 36 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. 39-ാമത്തെ വാക്യം, പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവായ യേശുവിൻ്റെ ഗെത്സമനെ തോട്ടത്തിൽ വെച്ചുള്ള പ്രാർത്ഥനയിൽ പ്രിയമുള്ളവരെ, ദൈവ ഇഷ്ടത്തിനായിട്ട് യേശു തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിടയായി തീർന്നു. യേശു പിതാവിൻ്റെ കരങ്ങളിലേക്ക് പിതാവിൻ്റെ ഇഷ്ടത്തിനായി, പിതാവിൻ്റെ ആഗ്രഹത്തിനായിട്ട് യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കി വരുമ്പോൾ, കർത്താവ് നമുക്ക് നല്ലൊരു മാതൃക അമ്മയെ കാണിച്ചു തന്നിരിക്കുകയാണ്. എന്താണ് ആ മാതൃക എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ഞാനും നിങ്ങളും എപ്പോഴും സകലത്തിലും ദൈവ ഇഷ്ടം ഞാനും നിങ്ങളും അന്വേഷിക്കുന്നവരായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇഷ്ടത്തിനായിട്ട് നാം ഒരിക്കലും ജീവിക്കരുത്. അത് നമ്മുടെ ഇഷ്ടത്തിനായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടുവാനായിടയായിത്തീരും. മറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹിതം അറിഞ്ഞ്, യേശുവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അതേ ഞാനും നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ജീവിതത്തിൽ പരാജയം വരാതെ ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്തുവാനായിടയായിത്തീരുമെന്ന് ഈ സമയം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അതാണ് എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ
ആ 3.5 വർഷക്കാലമുള്ള ജീവിതം, തൻ്റെ ഐഹിക ജീവകാലത്ത് യേശുവിനെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, ഹല്ലേലൂയ, അപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ ആരെക്കൊണ്ടേ കഴിയത്തുള്ളൂ? അത് പിതാവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ എന്നെയും നിങ്ങളെയും രക്ഷിപ്പാനും അനുഗ്രഹിപ്പാനും കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ ആ കർത്താവ് യേശുവിനോട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ അതെങ്ങനെ? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് പിതാവായ ദൈവം മറുപടി നൽകി അനുഗ്രഹിച്ചതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് മറുപടി നൽകി നമ്മെ മാനിപ്പാനായിടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായിച്ച വെളിപ്പാട് 2:28 ഇങ്ങനെ കാണുന്നു, ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഉദയനക്ഷത്രം ആരാണ്? ഉദയനക്ഷത്രം കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് എല്ലാറ്റിനും എല്ലാമായി തീരുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സംഖ്യാപുസ്തകം 24:17 യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. പ്രവാചകവാക്യവും അധികം നമുക്ക് സ്ഥിരമായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണ് ഈ പ്രവാചകവാക്യം എന്ന് പറയുന്നത്? നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 25 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ ഒരു കാര്യം, അയ്യോ ആ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതാണ് പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, യേശുക്രിസ്തുവിൻ്റെ അടക്കം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശു സ്വർഗാരോഹണം, യേശുവിൻ്റെ വീണ്ടും മടങ്ങി വരെ എല്ലാ ഭാഗങ്ങളും പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. മോശയുടെ പുസ്തകത്തിലുണ്ട്, സങ്കീർത്തന പുസ്തകത്തിലുണ്ട്, പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങളിൽ എല്ലാം കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പത്രോസിലേക്കിൽ പറഞ്ഞ പ്രവാചകവാക്യവും അധികം നമുക്ക് സ്ഥിരമായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. ഈ നിമിഷത്തിൽ വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു തന്നെ പറയുകയാണ്, ആമേൻ. എന്താണ്? ആമേൻ. ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ഉദയനക്ഷത്രം നമ്മുടെ കർത്താവ് തന്നെയാണ്. ആകയാൽ ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ത്വയതൈര സഭയോട് ആ ദൂത് വിളിച്ചു പറയുകയാണ്, കള്ളപ്രവാചകയായ ഇസബേലിൻ്റെ ചതിവിലും വഞ്ചനയിലും അവളോട് വശീകരണത്തിലും അകപ്പെട്ടു പോകാതെ ജയിക്കുന്നവർക്കുള്ള പ്രതിഫലമാണ് ഇവിടെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 1, ജാതികളുടെ മേലുള്ള അധികാരം നൽകും. 2, ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. 3, ഉദയനക്ഷത്രം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം ഈ നിമിഷത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, എല്ലാം നമ്മുടെ കർത്താവ് എല്ലാറ്റിനും നമുക്ക് എല്ലാം ആയിരിക്കും പ്രിയമുള്ളവരെ. ആകയാൽ ഈ നിമിഷത്തിൽ നാമും അമേ സ്വതം ആ ത്വയതൈര സഭയിലെ ഒരു കൂട്ടം ജനങ്ങൾ പ്രവാചകിയാകുന്ന
ആ ദുർനടപ്പുകാരിയുടെ വശീകരണത്തിൽ കുടുങ്ങാതെ, ചതിയിൽ വഞ്ചനയിൽ കുടുങ്ങാതെ ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം അവർ നയിച്ചതുകൊണ്ട് അന്ത്യനാളിൽ ദൂത് പറയുകയാണ്, അവർക്ക് ഞാൻ പ്രതിഫലം കൊടുപ്പാനായിടയായിത്തീരും. ഈ നിമിഷത്തിൽ ഹല്ലേലൂയ, ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ജയാളിയായി തീരുകയാണെങ്കിൽ, ഹല്ലേലൂയ പ്രിയമുള്ളവരെ, സ്തോത്രം. ഞാനും നിങ്ങളും വചനം പഠിച്ച്, വചനം കേട്ട്, വചനപ്രകാരം നാം ജീവിച്ച് ജയകരമായ ഒരു നല്ല ജീവിതം നമ്മൾ നയിക്കുമ്പോൾ അന്ത്യനാളിൽ നമുക്കും ത്വൈതര സഭയിലെ ചിലർക്ക് കൊടുക്കുന്ന പ്രതിഫലം പോലെ കർത്താവ് നമുക്കും പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. ക്രിസ്തുവിനോടുകൂടി നമുക്ക് യുഗായുഗങ്ങൾ വസിപ്പാനായിടയായിത്തീരുമെന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ ഈ ഐഹികമായ ജീവിതം ഞങ്ങൾ ജയകരമായ ഒരു ഓട്ടമോടി തികയ്ക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കും, ശക്തീകരിക്കും. പ്രാർത്ഥനയുടെ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.